ആറന്മുള വിമാനത്താവളത്തിന് ഭൂമി ഏറ്റെടുത്ത് നൽകിയ അച്യുതാനന്ദൻ സർക്കാരിന്റെ നടപടിയിൽ ദുരൂഹത. ഒരു സെന്റ് ഭൂമി പോലും ആറന്മുളയിൽ സ്വന്തമായില്ലാത്ത KGS എയർപോർട്ട് എന്ന കമ്പനിക്ക് വേണ്ടി നിയമങ്ങൾ അട്ടിമറിച്ചത് വിവാദമാകുന്നു. സൂര്യ, ബ്രേക്കിംഗ് ന്യൂസ്. വിവരാവകാശ നിയമപ്രകാരം ആറന്മുള വില്ലേജ് ഓഫീസർ 2011 നവംബർ 28 നൽകിയ രേഖകളനുസരിച്ച് ആറന്മുള വില്ലേജിൽ KGS എയർപോർട്ട് കമ്പനിയുടെ പേരിൽ ഭൂമിയില്ലെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. റവന്യൂ രേഖകൾ പ്രകാരം സ്വന്തമായി ഒരു സെന്റ് ഭൂമി പോലും ഇല്ലാത്ത കമ്പനി എങ്ങനെ എയർപോർട്ട് നിർമ്മിക്കുമെന്ന കാര്യം അച്യുതാനന്ദൻ സർക്കാർ പരിഗണിക്കാതെയാണ് ഒട്ടേറെ ആനുകൂല്യങ്ങൾ ഈ കമ്പനിക്ക് നൽകിയത്. ആറന്മുളയിൽ ഒരു സെന്റ് ഭൂമി പോലും സ്വന്തമായി ഇല്ലാത്ത KGS എന്ന സ്വകാര്യ കമ്പനിക്ക് എയർപോർട്ട് നിർമ്മിക്കാൻ അനുമതി നൽകണമെന്നാവശ്യപ്പെട്ട് അന്നത്തെ ആറന്മുള MLA KC രാജഗോപാലാണ് മുഖ്യമന്ത്രി VS അച്യുതാനന്ദന് നിവേദനം നൽകിയത്. ഇതേ തുടർന്ന് 2010 സെപ്റ്റംബർ 2 മന്ത്രിസഭാ യോഗം ആറന്മുള എയർപോർട്ടിന്റെ കാര്യം പരിഗണിച്ചു. കമ്പനിക്ക് 350 ഏക്കർ സ്ഥലം സ്വന്തമായുണ്ടെന്നും ബാക്കി വേണ്ട 150 ഏക്കർ സ്വന്തം നിലയിൽ കണ്ടെത്തി പദ്ധതി നടപ്പിലാക്കണമെന്നുമാണ് മന്ത്രിസഭയുടെ നിർദ്ദേശം. ഈ മന്ത്രിസഭാ തീരുമാനം അട്ടിമറിച്ചുകൊണ്ട് 2011 ഫെബ്രുവരി 24 ആറന്മുള, മല്ലപ്പുഴശ്ശേരി, കിടങ്ങന്നൂർ വില്ലേജുകളിലെ 3000-ഓളം ആളുകളുടെ സ്ഥലം വ്യവസായ വകുപ്പ് ഇരുചെവി അറിയാതെ ഏറ്റെടുത്ത് ഇൻഡസ്ട്രിയൽ ഏരിയയായി പ്രഖ്യാപിച്ചു. അസാധാരണ ഗസറ്റ് വിജ്ഞാപനത്തിലൂടെയാണ് സ്ഥലം ഏറ്റെടുത്തത്. KGS കമ്പനി മുഖ്യമന്ത്രിക്ക് KC രാജഗോപാൽ MLA മുഖാന്തരം അപേക്ഷ നൽകുമ്പോൾ കമ്പനിക്ക് ഒരു സെന്റ് ഭൂമി പോലും ഇല്ലായിരുന്നു. ഈ വസ്തു ഇപ്പോഴും പോക്കുവരവ് ചെയ്ത് നൽകിയിട്ടില്ലെന്ന് കോഴഞ്ചേരി തഹസിൽദാർ ജെയിംസ് ജോൺ പറഞ്ഞു. മല്ലപ്പുഴശ്ശേരി, ആറന്മുള, കിടങ്ങന്നൂർ വില്ലേജുകളിൽ പലയിടങ്ങളിലായി കടമനട്ടയിലെ മൗണ്ട് സിയോൺ ട്രസ്റ്റ് വാങ്ങിയ നിലം കാട്ടിയാണ് കമ്പനിക്ക് അനുകൂലമായി മന്ത്രിസഭ തീരുമാനമെടുപ്പിച്ചത്. സ്വന്തമായി ഭൂമി കണ്ടെത്തണമെന്ന് മന്ത്രിസഭ തീരുമാനിക്കുകയും പിന്നീട് 500 ഏക്കർ ഭൂമി സർക്കാർ ദുരൂഹമായി ഏറ്റെടുക്കാൻ അസാധാരണ ഗസറ്റിലൂടെ വിജ്ഞാപനം പുറപ്പെടുവിക്കുകയായിരുന്നു. കേന്ദ്ര സർക്കാർ പൈതൃക ഗ്രാമമായി പ്രഖ്യാപിച്ച ആറന്മുളയെ ഇൻഡസ്ട്രിയൽ ഏരിയയായി പ്രഖ്യാപിച്ചതോടെ ആറന്മുളയിൽ നിന്നും 3000-ഓളം കുടുംബങ്ങളെ കുടിയൊഴിപ്പിച്ച് മാത്രമേ എന്തെങ്കിലും പദ്ധതി നടപ്പിലാക്കാനാവൂ. ഇപ്പോൾ ഈ KGS ഗ്രൂപ്പ് എന്ന് പറയുന്ന ഭൂമാഫിയ ഇവിടെ എയർപോർട്ട് എന്ന വ്യാജേന വസ്തുക്കൾ വാങ്ങിക്കൂട്ടുകയാണ്. അവർ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് ആയിട്ട് അതിനെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതിന് സർക്കാർ കൂട്ടുനിന്നിരിക്കുകയാണ്. ഇവിടുത്തെ ഒരു പഞ്ചായത്തും ഒരു റെഗുലേഷൻ പാസ്സാക്കി കൊടുത്തിട്ടില്ല ഇങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട്. ഇവിടെ ഇപ്പോൾ ഇവരുദ്ദേശിക്കുന്ന രീതിയിൽ പോവുകയാണെങ്കിൽ ഏതാണ്ട് 500 ഏക്കർ വീട് ഇവിടുന്ന് കുടിയൊഴിപ്പിക്കേണ്ടതായിട്ട് വരും. അങ്ങനെ ഒരു സംരംഭത്തിന് ഈ നാട്ടുകാരും തയ്യാറാകത്തില്ല. ഇത് ബംഗാളിലുണ്ടായ അതേ അനുഭവം KGSന് ആറന്മുള ഉണ്ടാകും. കേന്ദ്ര പ്രതിരോധ വകുപ്പും വ്യോമയാന വകുപ്പും അനുമതി നിഷേധിച്ച ആറന്മുള എയർപോർട്ട് പദ്ധതിക്കായി ജനവാസ മേഖലയിൽ സർക്കാർ ഭൂമി ഏറ്റെടുത്ത് നൽകാൻ വിജ്ഞാപനം പുറപ്പെടുവിച്ചത് ദുരൂഹത ഉയർത്തുന്നു. മന്ത്രിസഭാ തീരുമാനങ്ങൾ അട്ടിമറിച്ചുകൊണ്ടുള്ള ആറന്മുള വിമാനത്താവള പദ്ധതിയെപ്പറ്റി സമഗ്രമായ അന്വേഷണം ആവശ്യമായി വരുന്നു. ക്യാമറമാൻ ബിനോജ് പേഴമ്പാറയ്ക്കൊപ്പം ഹരിയിലന്തൂർ, സൂര്യ ന്യൂസ്, പത്തനംതിട്ട. നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പായി അച്യുതാനന്ദൻ സർക്കാർ ആറന്മുള എയർപോർട്ടിന് ഏകജാലക വ്യവസായ ക്ലിയറൻസ് ബോർഡായി പ്രഖ്യാപിച്ചതിന് പിന്നിൽ കോടികളുടെ അഴിമതി നടന്നതായുള്ള സംശയം ബലപ്പെടുന്നു. പത്തനംതിട്ട ജില്ലയിലെ ആറന്മുള, മല്ലപ്പുഴശ്ശേരി, കിടങ്ങന്നൂർ എന്നീ വില്ലേജുകളിൽ വ്യാപിച്ചു കിടക്കുന്ന 500 ഏക്കറോളം ഭൂമിയാണ് ഈ വർഷം ഫെബ്രുവരി 24 വ്യവസായ പ്രദേശമായി ഗസറ്റ് വിജ്ഞാപനത്തിലൂടെ പ്രഖ്യാപിച്ചത്. വ്യവസായ സംരംഭങ്ങൾ തുടങ്ങാൻ സംസ്ഥാന നിയമങ്ങൾ പ്രകാരം ആവശ്യമായ ലൈസൻസുകളും ക്ലിയറൻസുകളും സർട്ടിഫിക്കറ്റും വേഗത്തിൽ ലഭിക്കുന്നതിനാണ് ഏകജാലക ക്ലിയറൻസ് ബോർഡായി രൂപീകരിക്കാൻ സംസ്ഥാന വ്യവസായ വകുപ്പ് ഉത്തരവ് പുറപ്പെടുവിച്ചത്. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരുന്നതിന് തൊട്ടുമുമ്പായി VS സർക്കാർ വ്യവസായ പ്രദേശമായി പ്രഖ്യാപിച്ചതിന് പിന്നിൽ അഴിമതി നടന്നിട്ടുണ്ടാവാമെന്നാണ് പ്രദേശവാസികളുടെ നിഗമനം. കുടിയൊഴിപ്പിക്കൽ വന്നാൽ അതിനകത്ത് ഇപ്പോൾ ഏറ്റവും താഴേക്കിടയിലുള്ള, അതായത് ദാരിദ്ര്യരേഖയ്ക്കും താഴെയുള്ള ആൾക്കാരാണ് ഏറ്റവും അധികം ഇവിടെ അധിവസിക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇവിടെ വിട്ടുപോകണം എന്ന് പറഞ്ഞാൽ അത് ഒരു കാരണവശാലും അത് അംഗീകരിക്കാൻ പറ്റുന്നതല്ല. അതിനോട് യോജിക്കാനും പറ്റത്തില്ല. എയർപോർട്ട് തുടങ്ങാനെന്ന പേരിൽ തട്ടിക്കൂട്ടിയ ഒരു കമ്പനിയുടെ പേരിൽ ഒരു സെന്റ് ഭൂമി പോലുമില്ലെന്ന് റവന്യൂ അധികൃതർ സാക്ഷ്യപ്പെടുത്തുന്നു. ഈ കമ്പനിയുടെ ഉദ്ദേശശുദ്ധിയോ മുൻകാല ചരിത്രമോ പരിഗണിക്കാതെയാണ് VS അച്യുതാനന്ദൻ സർക്കാർ ആറന്മുള എയർപോർട്ട് കമ്പനിയെ വ്യവസായ ക്ലിയറൻസ് ബോർഡ് പ്രദേശമായി പ്രഖ്യാപിച്ചത്. നിലം നികത്തലിനെതിരെ സമരം നയിച്ചിട്ടുള്ള അച്യുതാനന്ദനാണ് 500 ഏക്കർ നെൽപ്പാടങ്ങൾ നികത്താനും സൗജന്യമായി ഭൂമി നൽകാനുമുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചത്. എയർപോർട്ട് നിർമ്മിക്കുന്നതിനാവശ്യമായ യാതൊരു ലൈസൻസോ അംഗീകാരമോ ഇല്ലാത്ത ഒരു കമ്പനിക്ക് വേണ്ടിയാണ് 3 വില്ലേജുകളിൽപ്പെട്ട സ്ഥലങ്ങളാണ് വ്യവസായ പ്രദേശമായി പ്രഖ്യാപിച്ചത്. രഹസ്യമായി ഈ ഭൂമികളെല്ലാം ഏറ്റെടുത്തുകൊണ്ട് ഇവരിത് എയർപോർട്ട് അധികൃതർക്ക് കൈമാറാനുള്ള രഹസ്യ നീക്കം നടക്കുന്നതായിട്ട് അറിയാൻ കഴിയുന്നു. ഇതങ്ങനെ ഒരു രഹസ്യ നീക്കം നടക്കുന്നുണ്ടെങ്കിൽ മൂലമ്പള്ളി പോലുള്ള ജനകീയ പ്രക്ഷോഭങ്ങൾക്ക് ഈ നാട്ടിലെ ജനങ്ങൾ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ശക്തമായി പ്രതികരിക്കാൻ ഞങ്ങൾ രംഗത്ത് വരും.
350 ഏക്കർ ഭൂമി സ്വന്തമായുണ്ടെന്ന് അവകാശപ്പെട്ട് സർക്കാരിനെ സമീപിച്ച KGS എയർപോർട്ട് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ പേരിൽ 1 സെന്റ് ഭൂമി പോലും ഇല്ലെന്നാണ് ആറന്മുള വില്ലേജ് ഓഫീസർ വിവരാവകാശ നിയമപ്രകാരം വെളിപ്പെടുത്തിയത്. ആറന്മുള എയർപോർട്ട് കമ്പനിക്ക് വേണ്ടി ഏകജാലക സംവിധാന പ്രകാരം വ്യവസായ പ്രദേശമായി പ്രഖ്യാപിച്ചതിന് പിന്നിൽ വൻ അഴിമതി നടന്നിട്ടുണ്ടെന്ന് പരക്കെ ആക്ഷേപം ഉയർന്നു കഴിഞ്ഞു. ഹരിയിലന്തൂർ, സൂര്യ ന്യൂസ്, പത്തനംതിട്ട. ആറന്മുള വിമാനത്താവളത്തിന്റെ പേരിലുള്ള പ്രവർത്തനങ്ങൾ തുടക്കം മുതലേ ദുരൂഹതയിലായിരുന്നു. ഇതുവരെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും നടന്നത് അനധികൃതമായാണ്. കടമ്പനിട്ടയിലെ മൗണ്ട് സിയോൺ ട്രസ്റ്റ് ചെയർമാൻ ഏബ്രഹാം കലമണിൽ ആറന്മുള, മല്ലപ്പുഴശ്ശേരി, കിടങ്ങന്നൂർ എന്നീ വില്ലേജുകളിൽ പലയിടത്തായി 300 ഏക്കറോളം നിലം വിലയ്ക്ക് വാങ്ങി. ഇതിൽ 50 ഏക്കറോളം സ്ഥലം അനധികൃതമായി നികത്തി. സർക്കാരിന്റെ ഏക്കർ കണക്കിന് സ്ഥലവും നികത്തിയിരുന്നു. നിലനികത്തിൽ നേരെ CPM നേതാവും മുൻ MLAയുമായ KC രാജഗോപാലിന്റെ നേതൃത്വത്തിൽ ആറന്മുളയിൽ സത്യാഗ്രഹ സമരം നടത്തി. ഈ സമയം വിദേശ മലയാളികളുടെ സഹകരണത്തോടെ ആറന്മുളയിൽ വിമാനത്താവളം തുടങ്ങുമെന്ന് ഏബ്രഹാം കലമണിൽ പ്രഖ്യാപിച്ചു. ഇതിനായി വിദേശ മലയാളികൾ ഉൾപ്പെടുന്ന ആറന്മുള ഏവിയേഷൻ കമ്പനി രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചു. ഇതോടെ CPM സമരത്തിൽ നിന്ന് പിന്മാറി. ഒരു സുപ്രഭാതത്തിൽ ചെന്നൈയിലുള്ള KGS എന്ന കമ്പനിക്ക് ഈ പുഞ്ചപ്പാടം വിറ്റ് ഏബ്രഹാം കലമണിൽ തലയൂരി. നിലം നികത്തിയതിന് മൗണ്ട് സിയോൺ ട്രസ്റ്റിനെതിരെ എടുത്ത കേസ് നിലനിൽക്കുമ്പോൾ തന്നെ കൃത്രിമ മാർഗത്തിലൂടെ KGS ആധാരം രജിസ്റ്റർ ചെയ്തു. എന്നാൽ വസ്തു പോക്കോരു ചെയ്യാൻ റവന്യൂ അധികൃതർ തയ്യാറായില്ല. വിമാനത്താവള നിർമ്മാണത്തിനായി എത്തിയ KGS എന്ന പുതിയ കമ്പനിക്ക് സ്വന്തമായി 350 ഏക്കർ ഭൂമിയുണ്ടെന്ന് ബോധപൂർവ്വം തെറ്റിദ്ധരിപ്പിച്ചാണ് സംസ്ഥാന സർക്കാരിൽ നിന്നും എയർപോർട്ടിന് അനുമതി വാങ്ങിയത്. ഒപ്പം മന്ത്രിസഭാ തീരുമാനം അട്ടിമറിച്ച് അസാധാരണ ഗസറ്റിലൂടെ ആറന്മുളയിലെ 500 ഏക്കറോളം സ്ഥലം ഏറ്റെടുക്കാൻ വിജ്ഞാപനം പുറപ്പെടുവിച്ചു. മാത്രമല്ല, കേന്ദ്ര പ്രതിരോധ വകുപ്പും വ്യോമയാന വകുപ്പും തിരുവനന്തപുരത്തിനും നെടുമ്പാശ്ശേരിക്കും മധ്യേ ഒരു പുതിയ എയർപോർട്ടിന് സാധ്യതയില്ലെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. കൊച്ചി നാവിക കേന്ദ്രത്തിന് ഭീഷണിയായതിനാൽ ആറന്മുള എയർപോർട്ട് നടപ്പില്ലെന്ന് നാവികസേനയും വ്യക്തമാക്കി. ആറന്മുള എയർപോർട്ടിന് അനുമതിയില്ലെന്ന് രാജ്യസഭയിൽ കേന്ദ്രമന്ത്രി വയലാർ രവിയും വ്യക്തമാക്കി കഴിഞ്ഞു. എന്നിട്ടും അനധികൃത മാർഗങ്ങളിലൂടെ കോടികൾ മറിച്ച് വിമാനത്താവളത്തിന്റെ മറവിൽ ഭൂമി തട്ടിയെടുക്കാനുള്ള ശ്രമമാണ് ആറന്മുളയിൽ നടക്കുന്നത്. ഇതിനായി രാഷ്ട്രീയ നേതൃത്വങ്ങളെയും ജനപ്രതിനിധികളെയും വരെ ഭൂമാഫിയ വിലക്കെടുത്തു കഴിഞ്ഞു. ഇതിന്റെ പരിണതഫലം കേരളം കാണാൻ പോകുന്ന ഏറ്റവും വലിയ കുടിയൊഴിപ്പിക്കലായിരിക്കും. വിമാനം ഉയരുന്നത് സ്വപ്നം കണ്ട് നടന്ന ജനതയ്ക്ക് ഒരു ഇരുട്ടടിയായിരിക്കുകയാണ് ഈ ഉത്തരവുകളെല്ലാം തന്നെ. ക്യാമറമാൻ ബിനോജ് പേഴുമ്പാറയ്ക്കൊപ്പം ഹരിയന്തൂർ, സൂര്യ ന്യൂസ്, പത്തനംതിട്ട. എയർപോർട്ടും അനുബന്ധ വ്യവസായങ്ങളും തുടങ്ങാൻ വേണ്ടിയാണ് ആറന്മുളയെ വ്യവസായ മേഖലയായി പ്രഖ്യാപിച്ചതെന്നും ജനങ്ങളെ കുടിയൊഴിപ്പിക്കില്ലെന്നും KGS കമ്പനി അധികൃതർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വിമാനത്താവളം നിർമ്മിക്കുന്നതിന്റെ ഭാഗമായി ആറന്മുളയിൽ കുടിയൊഴിപ്പിക്കലുണ്ടാവില്ല. എയർപോർട്ടിനും അനുബന്ധ വ്യവസായങ്ങൾക്കും വേണ്ടിയാണ് ആറന്മുളയെ ഇൻഡസ്ട്രിയൽ ഏരിയയായി സർക്കാർ പ്രഖ്യാപിച്ചതെന്ന് KGS കമ്പനി എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ PT നന്ദകുമാർ പറഞ്ഞു. ഞങ്ങൾ ഇവിടെ വ്യവസായ ഇത് കൊണ്ടുവന്ന് പാർക്കാക്കുന്നു, ഈ എയർപോർട്ട് ഇല്ലാത്തില്ല എന്നുള്ളൊരു ഇത് വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു കാര്യമില്ല. ഇവിടെ വ്യവസായ മേഖലയായി പ്രഖ്യാപിക്കുന്നു എന്നുള്ളതല്ലാതെ അതുകൊണ്ട് വ്യവസായമല്ല. ഇവിടെ എയർപോർട്ടും അതുമായിട്ട് ബന്ധപ്പെട്ട വ്യവസായ സ്ഥാപനങ്ങൾ തുടങ്ങുന്നതിനുള്ള ഒരു പെർമിസീവ് സാങ്ഷൻ മാത്രമാണ് ഈ ഇൻഡസ്ട്രിയൽ മേഖലയായി ഡിക്ലെയർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഈ സ്ഥലം വാങ്ങിക്കുന്നതിനോ നാട്ടുകാർ ഒഴിപ്പിക്കാനോ ഒരു ഉദ്ദേശം ഞങ്ങൾക്കില്ല. വിമാനത്താവളം വരുമ്പോഴേക്കും പ്രധാന റോഡുകളെല്ലാം 45 മീറ്റർ വീതിയിൽ വികസിപ്പിക്കാൻ പദ്ധതി തയ്യാറായിട്ടുണ്ട്. നെടുമ്പാശ്ശേരി വിമാനത്താവളം പോലും ലാഭകരമല്ല. ആറന്മുളയിൽ KGSന്റെ പേരിൽ വസ്തു പോക്കുവരവ് ചെയ്തിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. മൗണ്ട് സിയോൺ ട്രസ്റ്റിനോ ചെയർമാൻ എബ്രഹാം കലമണ്ണിലിനോ വിമാനത്താവളത്തിൽ യാതൊരു പങ്കാളിത്തവുമില്ലെന്നും നന്ദകുമാർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ കേണൽ ബാലകൃഷ്ണനും വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. സൂര്യ ന്യൂസ്, പത്തനംതിട്ട. ആറന്മുള എയർപോർട്ടിന്റെ മറവിൽ ഭൂമി ഏറ്റെടുക്കാനായി ആറന്മുളയെയും പരിസര പ്രദേശങ്ങളെയും വ്യാവസായിക മേഖലയായി പ്രഖ്യാപിച്ചതിൽ പ്രതിഷേധിച്ച് ആറന്മുളയിൽ ജനകീയ പ്രക്ഷോഭം ആരംഭിച്ചു. ആറന്മുള, മല്ലപ്പുഴശ്ശേരി, കിടങ്ങന്നൂർ വില്ലേജിലെ 500 ഏക്കറോളം ഭൂമിയാണ് വ്യാവസായിക മേഖലയായി പ്രഖ്യാപിച്ചത്. അസാധാരണ ഗസറ്റ് വിജ്ഞാപനത്തിലൂടെയാണ് ഈ പ്രഖ്യാപനം. ഇതിൽ പ്രതിഷേധിച്ചാണ് ആറന്മുളയിൽ സമരപരിപാടികൾ ആരംഭിച്ചിരിക്കുന്നത്. വിമാനത്താവള കമ്പനിയായ KGSന്റെ ആറന്മുളയിലെ ഓഫീസ് ഉപരോധിച്ചാണ് തുടക്കമിട്ടത്. ഉപരോധ സമരം മുൻ MLA A പത്മകുമാർ ഉദ്ഘാടനം ചെയ്തു. ആറന്മുളയിൽ ഇന്ന് സമരത്തിന്റെ ഭാഗമായി വിപുലമായ കൺവെൻഷൻ നടക്കും. കൺവെൻഷനിൽ ഭാവി പരിപാടികൾ തീരുമാനിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. സൂര്യ ന്യൂസ്, പത്തനംതിട്ട.